അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകയില്ല. ആ വാഗ്ദത്തം അങ്ങനെ തന്നെ നടന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അസ്ഥി ഒടിഞ്ഞില്ലല്ലോ, പക്ഷെ കുത്താൻ എന്ത് ചെയ്തു? അനുവദിച്ചു. അസ്ഥിയെ തൊട്ടില്ല. എന്താ കാരണം? അസ്ഥിയുടെ മേൽ പ്രവചനമുണ്ട്. പക്ഷെ കുത്താൻ അനുവദിച്ചു. എന്താ കാരണം? കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കണം എന്നുള്ളൊരു പ്രവചനം കിടപ്പുണ്ട്. ഞാൻ പറയാം, ഒരിടത്ത് വാഗ്ദത്തം പറഞ്ഞതുപോലെ നിവർത്തിക്കപ്പെട്ടു, മറുഭാഗത്ത് ഒരു വാഗ്ദത്തം നിറവേറാനുള്ളത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വേദനകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരിടത്ത് വിടുവിക്കപ്പെട്ടു, ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറി. എന്നാൽ ഒരു ഭാഗത്ത് കുത്താൻ അനുവദിച്ചു. അതിന്റെ പിറകിലും ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കും? ഒരു ഭാഗത്ത് അസ്ഥി സൂക്ഷിക്കപ്പെട്ടു, പക്ഷെ മറുഭാഗത്ത് ശരീരം മുറിക്കപ്പെട്ടു. അതിന്റെ പിറകിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്?